ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി 24,000 കടന്നു, 24,500 മറികടന്ന് മാർക്കറ്റ് മൊത്തത്തിലൊരു തിരിച്ചുവരവിന് ശ്രമിക്കുമ്പോഴാണ് ഗ്ലോബൽ ക്യൂസ് വീണ്ടും പ്രതികൂലമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ചെറിയ തോതിലുള്ള ഒരു ജാഗ്രത പുലർത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ക്രൂഡ് ഓയിൽ പ്രൈസ് 100-ന് മുകളിൽ പോയപ്പോഴൊക്കെ നമ്മുടെ മാർക്കറ്റ് എപ്പോഴും താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ക്രൂഡ് ഓയിൽ 100-ന് മുകളിലേക്ക് പോയത് തീർച്ചയായിട്ടും സെൻറ്റിമെൻറ്റ്സ് കുറച്ച് വീക്ക് ആവാൻ കാരണമായിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണുന്നത് നിഫ്റ്റി 24,173 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തതായിട്ടാണ്. ഏകദേശം 200 പോയിന്റിൻ്റെ ഒരു ഇടിവാണ് നിഫ്റ്റിയിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ നിഫ്റ്റിയുടെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ഇപ്പോൾ നിൽക്കുന്ന 24,100, 24,130 എന്ന ലെവലിലാണ്. കാരണം ഇന്ന് നിഫ്റ്റി ഏറ്റവും ലോ ക്രിയേറ്റ് ചെയ്തത് 24,130 ലെവലിലാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് നിഫ്റ്റി താഴോട്ടേക്ക് പോകുന്നത് അത് മാർക്കറ്റിൽ കൂടുതൽ സെല്ലിംഗ് പ്രഷർ സൃഷ്ടിക്കാൻ കാരണമാകും. 24,000 എന്നുള്ളത് വളരെ സൈക്കോളജിക്കലായിട്ടുള്ള സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പോൾ അത് തകർന്നാൽ പിന്നീടുള്ള അടുത്ത ഒരു സപ്പോർട്ട് ലെവൽ നമുക്കറിയാം 23,800, 900 ലെവലിലാണ്. അപ്പോൾ ഇന്ന് 24,200 താഴെ ക്ലോസ് ചെയ്തത് ഒരു ബിയറിഷ് ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഓപ്ഷൻ ചെയിൻ ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 24,000 സ്ട്രൈക്ക് പ്രൈസിൽ വലിയ തോതിലുള്ള പുട്ട് റേറ്റിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ 24,000 ഒരു ശക്തമായ സപ്പോർട്ടായിട്ട് നിൽക്കാനുള്ള ഒരു സാധ്യത തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഇറാൻ US വെടിനിർത്തൽ നീട്ടിവെച്ചിട്ടുണ്ടെങ്കിലും ക്രൂഡ് ഓയിലിൻ്റെ വില കുറയാത്തതാണ് നമ്മുടെ വിപണി ഇപ്പോൾ സമ്മർദ്ദത്തിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേയ്സിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലുണ്ടാകുന്ന എസ്കലേഷൻ തീർച്ചയായിട്ടും നമ്മൾ വാച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിഫ്റ്റി ഇപ്പോൾ ഒരു സെൽ ഓൺ റൈസ് മൂഡിലാണ് കാണുന്നത്. നാളെ ആ ഒരു 24,100 എന്ന ലെവല് നിലനിർത്തുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ നിലവിലെ യുദ്ധ സാഹചര്യം നമുക്കറിയാം. അവിടെ ഇറാനും US-ഉം യഥാർത്ഥത്തിൽ ഒരു യുദ്ധം ഇപ്പോൾ അവിടെ ഇല്ല. പക്ഷേ ഒരു കോൾഡ് വാർ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ശീതയുദ്ധം അവിടെ നടക്കുന്നുണ്ട്. അത് കൂടുതലായിട്ടും പ്രസ്താവന യുദ്ധങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ ട്രംപ് ഇപ്പോൾ അനിശ്ചിതകാലത്തേക്ക് സീസ്ഫയർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇത്തരം ഒരു സമാധാനം ഉണ്ടായാൽ എണ്ണ വില കുറയേണ്ടതാണ്. പക്ഷെ ഇവിടെ അത് സംഭവിക്കുന്നില്ല. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് ആ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ അത് ഇപ്പോഴും സിവിയറായിട്ട് തുടരുകയാണ്. കാരണം ഈ ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായിട്ടും പഴയപടിയിലായിട്ടില്ല. കപ്പലുകൾ ചുറ്റിക്കറങ്ങി പോകേണ്ടി വരുന്നത് ട്രാൻസ്പോർട്ടേഷനിൽ വലിയ കോസ്റ്റ് വർധനവുണ്ടാക്കും. കൂടാതെ സൗദി അറേബ്യയും റഷ്യയും ഉൾപ്പെടുന്ന OPEC+ രാജ്യങ്ങൾ അവരുടെ എണ്ണ ഉൽപ്പാദനം പഴയ നിലയിലായിട്ടില്ല. കൂടാതെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇറാൻ്റെ ഓയിൽ എക്സ്പോർട്ടിന് എതിരെയുള്ള US-ൻ്റെ ആ ഒരു സാങ്ഷൻസ്, ആ നാവൽ ബ്ലോക്കേഡ് പൂർണ്ണമായിട്ടും പിൻവലിക്കാത്തത് ഇറാൻ്റെ എണ്ണ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പൂർണ്ണമായിട്ട് എത്താത്തതിനും ഒരു കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ 100-ന് മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. കാരണം രൂപയുടെ മൂല്യം അത് വീണ്ടും 94 ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രൂഡ് ഓയിലിന് കൂടുതലായിട്ടുള്ള ഡോളർ ചെലവഴിക്കേണ്ടി വരുന്നത് മാർക്കറ്റിൽ വീണ്ടും രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമായിട്ടുണ്ട്. അതുപോലെ ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ കണ്ടതാണ് FIIs-ഉം DIIs-ഉം ഒരേപോലെ സെല്ലിംഗ് സൈഡിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ FIIs വിൽക്കുമ്പോൾ DIIs വാങ്ങാറാണ് പതിവ്, അല്ലെങ്കിൽ DIIs വിൽക്കുമ്പോൾ FIIs വാങ്ങാറാണ് പതിവ്. ഇവർ രണ്ടുപേരും ഒരേപോലെ വിൽക്കുന്ന സന്ദർഭങ്ങൾ അപൂർവമായിട്ടാണ് ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ സാധാരണഗതിയിൽ FIIs വിൽക്കുന്നത് ഗ്ലോബൽ ക്യൂസ് നെഗറ്റീവ് ആകുമ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അത്തരമൊരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. എന്നാൽ DIIs ഇവിടെ വിൽപ്പന നടത്തിയതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് മാർക്കറ്റ് നല്ല ലാഭത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ DIIs സ്വാഭാവികമായിട്ടും ചെറിയ തോതിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവർ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതൊരു താൽക്കാലിക പ്രതിഭാസമാകാനാണ് സാധ്യത. FIIs-ൻ്റെ വിൽപ്പന വീണ്ടും തുടരുന്നതിൻ്റെ പ്രധാന കാരണം ഗ്ലോബൽ ക്യൂസ് വളരെ നെഗറ്റീവായിട്ട് വന്നതാണ്. കാരണം ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റിലെ മേജർ ഇൻഡെക്സുകളെല്ലാം നെഗറ്റീവിലായിരുന്നു ഉണ്ടായിരുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ ഭൂരിഭാഗം ഇൻഡെക്സുകളും റെഡിലാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ യൂറോപ്യൻ വിപണിയിലും വമ്പിച്ച ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ US-ൽ ഒരു സ്ഥിരത നിലവിലുണ്ടെങ്കിലും ഫ്യൂച്ചേഴ്സിൽ ഇന്ന് നമ്മൾ കാണുന്നത് കൂടുതലായിട്ടുള്ള ഇടിവ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗ്ലോബൽ വിപണിയിലുള്ള ഈ ഒരു അൺസർട്ടനിറ്റി കാരണമാണ് FIIs ഇപ്പോൾ വീണ്ടും ആ ഒരു സെല്ലിംഗ് മോഡിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇന്നലെ മാർക്കറ്റിൽ നിഫ്റ്റി 50 സ്റ്റോക്കുകളിൽ മാത്രമായിരുന്നു കാര്യമായ ഇടിവുണ്ടായത്. മറ്റ് ഇൻഡെക്സുകളൊക്കെ പോസിറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്തത്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് എല്ലാ മേജർ ഇൻഡെക്സുകളും നെഗറ്റീവിലാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇന്നലത്തെ നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സെല്ലിങ്ങിൻ്റെ ഒരു പ്രഷർ, അതിൻ്റെ ഒരു ചെയിൻ റിയാക്ഷൻ മറ്റ് ഇൻഡെക്സുകളിലേക്ക് ഇന്ന് വ്യാപിച്ചു എന്നതാണ്. അപ്പോൾ ഇത് സാധാരണ കാണുന്ന ഒരു പ്രതിഭാസമാണ്. കാരണം ലാർജ് ക്യാപ് സ്റ്റോക്കുകൾ ആദ്യം ഇടുകയും പിന്നീട് മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് തകരുകയും ചെയ്യുക എന്നുള്ളത് ഒരു നോർമൽ പാറ്റേൺ ആണ്. കാരണം FIIs അവർ വിൽപ്പന നടത്തുമ്പോൾ അവർ കാര്യമായിട്ട് വിൽക്കുന്നത് നിഫ്റ്റി 50-ലുള്ള
വമ്പൻ ഹെവി വെയിറ്റ് കമ്പനികളാണ്. ഇപ്പോൾ റിലയൻസ്, HDFC ബാങ്ക്, TCS. കാരണം ഈ സ്റ്റോക്കുകളിലൊക്കെ നല്ല ലിക്വിഡിറ്റി ഉള്ളതുകൊണ്ട് അവർക്കത് എളുപ്പത്തിൽ വിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ എപ്പോഴും ഒരു തകർച്ചയുടെ തുടക്കം എപ്പോഴും നിഫ്റ്റി 50-യിലായിരിക്കും. അപ്പോൾ നിഫ്റ്റി 50 ഇടിയുമ്പോൾ സ്വാഭാവികമായിട്ടും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ചെറുകിട നിക്ഷേപകർ പാനിക്കാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരും അവരുടെ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ വിൽക്കാൻ ഒരുങ്ങും. എന്നാൽ ഈ സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് സ്റ്റോക്കുകളിലുള്ള പ്രശ്നം അവിടെ ലിക്വിഡിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വാങ്ങാൻ ആളുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഡിസ്കൗണ്ടിൽ സ്റ്റോക്കുകൾ വിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് ലാർജ് ക്യാപ്പ് ചെറിയ തോതിൽ ഇടിയുമ്പോൾ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് വലിയ തോതിൽ ഇടിയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിഫ്റ്റി ഒരു 1% ഇടിയുമ്പോൾ സ്മോൾ ക്യാപ്പിൽ ആ ഇടിവ് 3 to 4% ആയിരിക്കും. ഇത് കൂടാതെ പല ട്രേഡർമാരും അവർ ഈ ട്രേഡ് എടുക്കുന്നത് മിഡ് ക്യാപ്സും സ്മോൾ ക്യാപ്പിലുമൊക്കെ ലോൺ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ മാർജിൻ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിഫ്റ്റി ഇടിയുമ്പോൾ അവരുടെ പോർട്ട്ഫോളിയോ മൂല്യം കുറയുകയും ബ്രോക്കർമാർ മാർജിൻ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അപ്പോൾ അത് നികത്താൻ വേണ്ടി സ്മോൾ ക്യാപ്പ് ഓഹരികൾ വിൽക്കാൻ അവർ നിർബന്ധിതരാകും. അപ്പോൾ ഇതും ഒരു ചെയിൻ റിയാക്ഷനാണ്. അപ്പോൾ ഇന്നലെ FIIs ഉം DIIs ഒരേപോലെ വിറ്റത് മൊത്തത്തിൽ മാർക്കറ്റിന് ഡൗൺ ആവാൻ കാരണമായി. എന്നാൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ സാധാരണഗതിയിൽ ആദ്യം തിരിച്ചു കയറുക നിഫ്റ്റി 50 സ്റ്റോക്കുകളായിരിക്കും. അപ്പോൾ അവിടെ ഒരു സ്ഥിരത കൈവരിച്ചതിന് ശേഷം മാത്രമേ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഉയരുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിൽ മാർക്കറ്റ് ലീഡിംഗ് ആയിട്ടുള്ള ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളെ തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യേണ്ടതാണ്. പലപ്പോഴും അത്തരം സ്റ്റോക്കുകളിൽ ഇത്തരം ഘട്ടങ്ങളിൽ നല്ലൊരു ബൈങ് അവസരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് നമ്മൾ മാർക്കറ്റിൽ എല്ലാ സെക്ടേഴ്സും താഴേക്ക് പോയപ്പോൾ ഫാർമ, ഹെൽത്ത് കെയർ സെഗ്മെൻ്റൊക്കെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് കാണാം. അവിടെ 2% കൂടുതലുള്ള ഒരു മുന്നേറ്റം ഈ സെക്ടറുകളിൽ മൊത്തത്തിലുണ്ടായിട്ടുണ്ട്. ബാക്കി എല്ലാ സെക്ടറുകളും റെഡിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ അതിനൊരു കാരണമായിട്ട് കാണുന്നത് ഇപ്പോൾ രൂപയുടെ മൂല്യം ഇടിഞ്ഞതാണ്. അപ്പോൾ കാരണം ഡോളറിനെതിരെ ഇപ്പോൾ റെക്കോർഡ് തകർച്ചയിലേക്ക് വീണ്ടും രൂപ പോയിരിക്കുകയാണ്. ഇപ്പോൾ 94.14 എന്ന ലെവലാണ് നമ്മൾ ഇന്നത് കാണുന്നത്. അപ്പോൾ നമുക്കറിയാം ഫാർമ കമ്പനികൾ അവരുടെ വരുമാനത്തിൻ്റെ ഏറിയ പങ്കും വരുന്നത് US ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോളറിലാണ് അവർക്ക് ആ വരുമാനം ലഭിക്കുന്നത്. രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോളറിൽ ഇവർ ഏൺ ചെയ്യുന്നത് കൊണ്ട് ഇവരുടെ സെയിൽസ് റവന്യൂവിൽ വലിയ വർധനവ് അത് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഇവരുടെ ബാലൻസ് ഷീറ്റ് വർദ്ധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ സ്റ്റോക്കുകളിൽ ആ ഒരു കാര്യം പോസിറ്റീവായി കാണുകയാണ്. കൂടാതെ ബാങ്കിങ്, ഓട്ടോ സെക്ടറിലൊക്കെ ശക്തമായ സെൽ ഓഫ് നടന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സെക്ടർ റൊട്ടേഷൻ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ഡിഫെൻസീവായിട്ടുള്ള, കൂടുതൽ സുരക്ഷിതമായ സ്റ്റോക്കുകളിലേക്ക് ആളുകൾ ഫണ്ട് മാറ്റാനുള്ള സാധ്യത. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഡിഫെൻസീവ് സെക്ടറായിട്ടുള്ള ഫാർമ, FMCG സെക്ടറുകളൊക്കെ ആയിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ക്രൂഡ് ഓയിൽ വില വർധനവ് ബാധിക്കാത്ത ഒരു സെക്ടർ എന്നുള്ള നിലയിലും ഇവിടെ ഫാർമ സെക്ടർ ഇപ്പോൾ ഈ യുദ്ധ സാഹചര്യത്തിൽ ഒരു സുരക്ഷിത നിക്ഷേപമായിട്ട് കാണാറുണ്ട്. ഇതുകൂടാതെ ഫാർമ ഇൻഡെക്സിലെ പ്രധാന സ്റ്റോക്കായിട്ടുള്ള ഡോക്ടർ റെഡ്ഡി ലാബ്സ് ഇന്ന് 9% വരെ ഇൻട്രാഡേയിൽ ഉയർന്നിരുന്നു. അപ്പോൾ കമ്പനിയുടെ പല പുതിയ ഡ്രഗ് അപ്രൂവലിനെ കുറിച്ചുള്ള വാർത്തകളും അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിട്ടുള്ള ഇടിവിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റീബൗണ്ടും ഈ സെക്ടറിനെ മൊത്തത്തിൽ മുകളിലോട്ട് എത്തിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്കറിയാം കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ബയോഫാർമ ശക്തി സ്കീമുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പോളിസികൾ, അതും മാർക്കറ്റിൽ പല സ്റ്റോക്കുകൾ ഗുണകരമാകും എന്ന ഒരു സ്പെക്കുലേഷനും ഇവിടെ ഫാർമ സ്റ്റോക്കുകൾക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇന്ന് മാർക്കറ്റിൽ നല്ലൊരു മൂവ് നടത്തിയ ഒരു സ്റ്റോക്കാണ് ജിയോ ഫൈനാൻഷ്യൽ സർവീസസ്. അപ്പോൾ അവർ ജർമ്മൻ ഇൻഷുറൻസ് ലെജൻഡായിട്ടുള്ള അലയൻസ് ഗ്രൂപ്പുമായിട്ട് ഒരു സഖ്യം അവർ ഇൻഷുറൻസ് മേഖലയിൽ തുടക്കമിടുകയാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഷുറൻസ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളിൽ ഒന്നാണ് ജർമ്മൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ അലയൻസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ്. അപ്പോൾ 100-ലധികം രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള ഇവർക്ക് ഇൻഷുറൻസ് മേഖലയിൽ നൂറ്റാണ്ടുകളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ അവർ ബജാജ് ഗ്രൂപ്പുമായിട്ട് ചേർന്നിട്ട് ബജാജ് അലയൻസ് എന്ന രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് കമ്പനി മുമ്പുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഇവർ ബജാജുമായിട്ടുള്ള അവരുടെ 20 വർഷത്തെ ആ ഒരു റിലേഷൻ അവസാനിപ്പിച്ചിട്ട് റിലയൻസിനോടൊപ്പം ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 50-50 ജോയിൻറ്റ് വെഞ്ചറായിട്ടുള്ള ഈ ഒരു ജിയോ അതുപോലെ അലയൻസ് ആയിട്ടുള്ള ഈ ഒരു കോൺട്രാക്റ്റ് ഇന്നലെ സൈൻ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കമ്പനിയുടെ ഓണർഷിപ്പും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ തുല്യമായിട്ട് വിധിക്കപ്പെടുന്ന ഒരു ബിസിനസ് കോൺട്രാക്റ്റാണിത്. അപ്പോൾ ജിയോയുടെ കൈവശമുള്ള വലിയ കസ്റ്റമർ ഡാറ്റയും അതുപോലെ തന്നെ അവരുടെ ഡിജിറ്റൽ സംവിധാനങ്ങളും അലയൻസിൻ്റെ ആ ഒരു ഇൻഷുറൻസ് എക്സ്പെർട്ടൈസും ചേർന്നുള്ള ഒരു ബിസിനസ് ആയിരിക്കും നമുക്കിനി കാണാൻ കഴിയുക. ഇത് ജനറൽ ഇൻഷുറൻസ് അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിലാണ് ആദ്യഘട്ടത്തിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ജിയോയുടെ ഈ ഒരു നീക്കം മറ്റ് ഇൻഷുറൻസ് കമ്പനികളെ സ്വാഭാവികമായിട്ടും അത് സമ്മർദ്ദത്തിലാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അതൊരു ഷോർട്ട് ടേം എഫക്റ്റ് ആയിരിക്കും.
കാരണം ജിയോ പൊതുവെ സാധാരണയായിട്ട് കുറഞ്ഞ നിരക്കിൽ സേവനങ്ങൾ നൽകിയിട്ട് മാർക്കറ്റ് പിടിച്ചെടുക്കുന്ന ഒരു അഗ്രസീവ് സ്റ്റൈൽ അവർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലുള്ള പല ഇൻഷുറൻസ് കമ്പനികളെയും അത് നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് കാണുന്നത് മറ്റ് ഇൻഷുറൻസ് കമ്പനി ഇപ്പോൾ LIC, SBI ലൈഫ്, HDFC ലൈഫ്, ICICI പ്രുഡൻഷ്യൽ ലൈഫ്, മാക്സ് ഫൈനാൻഷ്യൽസിലൊക്കെ ഇന്ന് 1 മുതൽ 3% ഇടിവ് നമുക്ക് കാണാൻ കഴിയും. എങ്കിൽ പോലും ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം ഇന്ത്യയുടെ ഇൻഷുറൻസ് മേഖലയിലെ പെനിട്രേഷൻ വളരെ കുറവാണ്. അപ്പോൾ ജിയോ കടന്നു വരുന്നതോടുകൂടി ആ ഇൻഷുറൻസിൻ്റെ ആ ഒരു പെനിട്രേഷൻ വർദ്ധിക്കുകയും അത് ലോങ് ടേമിൽ എല്ലാ സ്റ്റോക്കുകൾക്കും ഗുണകരമായി മാറാൻ സാധ്യതയാണുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.